കൊല്ലത്ത് കാട്ടുപന്നിയിടിച്ച് 70-കാരന് ഗുരുതര പരിക്ക്. കൊല്ലം മാനയടി സുനിൽ ഭവനത്തിൽ ഡാനിയലിനാണ് പരിക്കേറ്റത്. പശുവിന് തീറ്റ ശേഖരിക്കാൻ പാടത്ത് നിൽക്കുമ്പോഴാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ഡാനിയലിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇത് കാട്ടുപന്നിയുടെ ഒക്കെ ഒരു ശല്യമുള്ള സ്ഥലമാണോ ഈ ആനയടി? കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് ആനേടി എന്ന പ്രദേശം. അവിടത്തെ പ്രദേശവാസിയാണ് ഡാനിയൽ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പശുവുണ്ട്. പശുവിന് തീറ്റയായ പുല്ല് ശേഖരിക്കാൻ വേണ്ടി പാടത്തേക്ക് എത്തിയതായിരുന്നു ഡാനിയൽ എന്ന 70-കാരൻ. പുല്ല് വെട്ടിയെടുക്കുന്നതിനിടെ വലിയ ഒരു കാട്ടുപന്നി എത്തി കുത്തി വീഴ്ത്തുകയായിരുന്നു. ഇതിന്റെ ആഘാതത്തിൽ കുറേയേറെ ദൂരത്തേക്ക് അദ്ദേഹം തെറിച്ചുപോയി. കാലിന്റെ മുട്ടിന്റെ ഭാഗത്താണ് പന്നി ആക്രമിച്ചത്. കാല് 3ആയി ഒടിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ ശാസ്താംകോട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർഷകർ ഏറെയുള്ള പ്രദേശമാണ് ആനയടി. കഴിഞ്ഞ കുറേയേറെ നാളുകളായി കാട്ടുപന്നിയുടെ ശല്യം വളരെ രൂക്ഷമാണ്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന ഈ കാട്ടുപന്നികളെ തുരത്താൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് വരെ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് 3 വർഷം മുമ്പ് വരെ ഇവിടെ വന്യമൃഗശല്യങ്ങൾ ഒന്നും തന്നെ ഉള്ള പ്രദേശമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ കാട്ടുപന്നിയുടെയും അതുപോലെ തന്നെ മുള്ളപ്പന്നി അടക്കമുള്ള ഈ ജന്തുക്കളുടെ ഒരു പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ കാട്ടുപന്നികളെയും മറ്റ് വന്യജീവികളെയും തുരത്താൻ വേണ്ടിയുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ശരി, കണ്ണൻ.